കണ്ടോ? ഇത് മാത്രം മതിട്ടോ. ഇത് നിങ്ങൾ ആഴ്ചയിൽ 2 ദിവസം തേച്ചാൽ മതി. നിങ്ങളുടെ മുടി കറുത്ത കളറിൽ തഴച്ചു വളരുന്നത് നിങ്ങൾക്ക് കാണാം. അതേപോലെ നിങ്ങളെ തലപ്പ് പൊട്ടിപ്പോവുക, മുടി കനല്ലാതിരിക്കുക, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിനൊക്കെ ഒരു ഒന്നാന്തരം ഒറ്റമൂലിയാണ് കേട്ടോ ഇത്. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ പിന്നെ ചായപ്പൊടിയാണ്. രണ്ടാമത്തെ സാധനം നിങ്ങൾ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ പോവാട്ടോ. അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചായപ്പൊടി തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. എന്നിട്ട് 2 ഗ്ലാസ് വെള്ളം, 1 ഗ്ലാസ് അല്ലാതെ 2 ഗ്ലാസ് ആണ്, വലിയ കപ്പാണ്. 2 ഗ്ലാസ് അടുപ്പത്ത് വെക്കുക. എന്നിട്ട് ഇത് തിളയ്ക്കുക. ഇത് തിളയ്ക്കണതിന്റെ മുന്നേ തന്നെ നമുക്ക് ചായപ്പൊടി ഇടാം കേട്ടോ. അപ്പൊ നമുക്ക് ഇതിൽ വലിയൊരു ടീസ്പൂൺ ചായപ്പൊടിയാണ് ഇടേണ്ടത്. ഇത്ര പോകുന്നൊരു ടീസ്പൂൺ കണ്ടല്ലോ, ആ ചെറുത് പോരാ കണ്ടോ, വലിയൊരു ടീസ്പൂൺ ചായപ്പൊടി ഇതിലേക്ക് ഇടണം. ഇനി ഇത് തിളയ്ക്കുമ്പോൾ നമുക്ക് വേറൊരു മെയിൻ ഇൻഗ്രീഡിയൻസും കൂടി ഉണ്ട്. അപ്പൊ ഏത് മുടി കൊഴിച്ചിലും നമുക്കേ എന്താ പറയാ, സ്വിച്ചിട്ട പോലെ നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ സ്വിച്ചിട്ട പോലെ നിൽക്കാൻ നമുക്ക് നല്ലതാണ് കേട്ടോ. നമ്മൾ ഈ ചായപ്പൊടിയിൽ അടങ്ങിയിരിക്കുന്ന ഈ കഫേൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സാധനം നമ്മളുടെ മുടിക്ക് നല്ല കറുപ്പ് കളറ് കിട്ടാനും നല്ല തിളക്കം കിട്ടാനും മുടി കൊഴിച്ചിൽ മാറാനും മുടിവേരുകൾക്ക് നല്ല ബലം കിട്ടാനും ഇത് ഒന്നാമനാണ് കേട്ടോ. നമ്മളുടെ മുടി വളർച്ചയെ സഹായിക്കാൻ നമ്മളെ ചായപ്പൊടിയിൽ താഴെയുള്ളൂ എന്ന് വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരുന്നുണ്ടാവില്ല അല്ലേ? അപ്പൊ മുടി നല്ല കറുപ്പോടുകൂടി തിളച്ച് വളരാൻ, ഏത് കൊഴിച്ചിലും നിൽക്കാൻ. അപ്പൊ നമ്മളുടെ ചായപ്പൊടി തിളച്ചു. ഇനി നമ്മൾ ഇടുന്നത് ഇതിലേക്ക് ഫ്ലാക്സ് സീഡ് ആണ് കേട്ടോ. കണ്ടോ, നമുക്കൊരു 2 ടീസ്പൂൺ ഫ്ലാക്സ് സീഡ് ഇടണം. 2 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ഇത് ചെറിയത് ഒരുപാട് വലുതല്ല. അപ്പൊ നിങ്ങളൊരു 3 ടീസ്പൂണൊക്കെ ഇട്ടോളൂ. ഇത് മുടിയുടെ എന്താ പറയുക, സ്കാൽപ്പ് മുതൽ അറ്റം വരേക്ക് നമുക്ക് തേക്കാൻ പറ്റൂ കേട്ടോ. നമ്മളുടെ ഈ സംഭവം ഇത് മാജിക്കൽ ഹെയർ പാക്ക് ആണ് കേട്ടോ. ഒരു മാജിക്കലാണത്. അപ്പൊ നമ്മൾ ഫ്ലാക്സ് സീഡും നമ്മളെ ചായപ്പൊടിയും കൂടിയും കൂടിക്കഴിഞ്ഞാൽ നല്ല മുടി, യാതൊരു കുഴപ്പമില്ല. സ്പാ ചെയ്യാറില്ലേ നിങ്ങളൊക്കെ? ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനെ പോയിട്ട് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് സ്പാ ചെയ്യും. ആ സ്പാ ചെയ്യണേക്കാളും നമുക്ക് മുടി നല്ല വൃത്തിയിലും ഭംഗിയിലും നല്ല ഒരിഴയൊന്നും തൊടാതെ നിൽക്കൂട്ടോ. ഇത് നമ്മൾ കഴുകി കളയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും നിങ്ങൾ ഇതിൽ കെമിക്കൽ ഷാമ്പു ഒന്നും ഇടരുത്. ഇത് ഇങ്ങനെ നോർമൽ വെള്ളത്തിൽ നിങ്ങൾ കഴുകി കളയേണ്ടതുള്ളൂ. അപ്പൊ ഇത് എത്ര പ്രാവശ്യം ചെയ്യാമെന്ന് എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടാവും അല്ലേ? അപ്പൊ നമുക്കിത് ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യാം. ഉണ്ടാക്കി വെക്കാമോ? വെക്കാം, ഫ്രിഡ്ജിൽ വെക്കാം, കേട് വരുന്നൊന്നുമില്ല. അപ്പൊ നല്ല തണുപ്പുള്ള സ്ഥലത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ കേട് വരില്ല. പുറത്ത് വെക്കാൻ ഞാൻ മതി. അപ്പൊ നമ്മളിത് 1 ഗ്ലാസ് ഉള്ളത് 2 ഗ്ലാസ് വെള്ളം ഉള്ളത് 1 ഗ്ലാസ് ആവുന്ന വരെ ഒന്ന് കുറുകിയാലാണ് ഈ ചായപ്പൊടിയുടെ എസൻസ് ഒക്കെ ഇതിലേക്കാണ്ട് ഇറങ്ങുള്ളൂ. അപ്പോഴാണ് നമുക്ക് ഇതിന്റെ കൂടുതൽ ഫലം കിട്ടുക. ഇത് കുറേശ്ശെ എണ്ണ തേച്ച് തൊട്ട് പുരട്ടി നല്ല, ആദ്യം മുടി നമ്മൾ കൂടൊക്കെ കളഞ്ഞ് ചീന്തിയതിന്റെ ശേഷം കുറേശ്ശെ എണ്ണ തൊട്ട് പുരട്ടണം. എന്നിട്ട് ഇത് തേക്കണം കേട്ടോ. അല്ലാതെ എണ്ണ കുളുക്കനെ തേക്കണ്ട. വെറുതെ സ്കാൽപ്പിൽ ഒരു മസാജ് 2-3 തുള്ളി എടുത്തിട്ട് ഒരു രക്തോട്ടം കൂടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതിന് ശേഷം, അങ്ങനെ എണ്ണ തേച്ചതിന് ശേഷം ഒരു 20-30 മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നിട്ടാണ് ഇത് തേക്കേണ്ടത്. ഇത് തേച്ചാൽ നമുക്കൊരു അരമണിക്കൂർ വരെ വെക്കാം കേട്ടോ. 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ വെക്കാം. ഇനി നീരിറക്കം പിടിക്കുമോ എന്നൊന്നും ഇത് പേടിക്കാനില്ല കേട്ടോ. കാരണം ഇത്രയും വെന്തതല്ലേ, അല്ലാതൊരു ഇതല്ലല്ലോ. ഇതിന് നീരിറക്കമൊന്നും പിടിക്കില്ല കേട്ടോ. അപ്പൊ ഇത് നമ്മൾ ഒന്നും കൂടി വച്ചട്ടെ, എന്നിട്ട് നമുക്കിത് ഊറ്റാം. ഇത് ഒരു 10 മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് എങ്കിലും ഇതൊന്ന് കുറുക്കണം. ഇത് ഇത്ര ഇങ്ങനെ ഒന്നും കൂടി ഇങ്ങനെ കട്ടിയാവും കേട്ടോ. പക്ഷെ ഇത് നമ്മൾ ഊറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഞാൻ പറഞ്ഞു തരേണ്ടത് എങ്ങനെ ഊറ്റേണ്ടതെന്നുള്ളത് കേട്ടോ. അരിച്ച് വയ്ക്കുക, അരിക്കാതെ ഒന്നും തേക്കരുത് കേട്ടോ. കാരണം ഇതിൽ ഫ്ലാക്സ് സീഡും ചായപ്പൊടിയും നിറയുണ്ട്. നമ്മള് ഇപ്പൊ കുളിമുറിയിലും കൂടിയാണ് കുളിക്കുക അല്ലേ. അല്ലെങ്കിലും മുടിയിലേക്കുള്ള ഒരു സംഭവങ്ങളും നമ്മൾ അരിക്കാതെ ഒന്നും തേക്കരുത് കേട്ടോ. അപ്പൊ ഇനി ഇത് ആയി കേട്ടോ. അപ്പൊ അത്യാവശ്യം കുറുകി. ഇനി നമുക്കത് ഊറ്റാം. അപ്പൊ നമ്മളിതേ നല്ല ചൂടോട് കൂടി അരിക്കണം. പിന്നെ ചൂടാറി കഴിഞ്ഞാൽ അത് അരിച്ചാൽ പോരില്ല. കാരണം ഇത് നല്ല കൊഴുപ്പാവും. ഇപ്പൊ ഇത് അങ്ങനെ കൊഴുപ്പില്ലാതെ ഇരിക്കണം പറഞ്ഞിട്ട് കാര്യമില്ല. അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇത് നല്ല തണുത്തിട്ട് നമ്മൾ തലയിൽ തേക്കാനും പാടുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ സ്കാൽപ്പ് മുതൽ നമ്മളെ തലപ്പ് വരെ അത് തേക്കണം. അപ്പൊ അത് നമ്മൾ ഊറ്റി ഇനി ഇതിങ്ങനെ ഇവിടെ ഇരിക്കട്ടെ. ഇതിനി നമുക്ക് നന്നായി തണുത്തിട്ട് തലയിൽ തേക്കാം. അപ്പൊ നിങ്ങളിത് അരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
ചൂടാറിയിട്ട് അരിച്ചത് കിട്ടില്ല കേട്ടോ. ഇത് കട്ട പിടിച്ച് തോർത്തുണ്ടിൽ അങ്ങനെ നിൽക്കും. ഈ അരിപ്പയിലൊന്നും ഇത് പോരുകയോ ചെയ്യില്ല. അപ്പൊ ഇത് നമ്മൾ ചൂടോടെ തന്നെ അരിക്കണം കേട്ടോ. അപ്പൊ ഇത് എങ്ങനെ തേക്കാന്ന് നിങ്ങൾക്ക് ഉണ്ടാവും. ആഴ്ചയിൽ ഇത് നിങ്ങൾ 2 പ്രാവശ്യം തേച്ചോളൂ മക്കളെ. ഈ മഴക്കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഹെയർ പാക്ക് ആണത്. ഇത് കഴുകി കളയാനും എളുപ്പമാണ്. പക്ഷെ ഇത് ഷാമ്പൂ ഇട്ട് കഴുകി കളയരുത് കേട്ടോ. ഞാൻ അത് ഒരു പ്രാവശ്യം പറഞ്ഞു, രണ്ടാമത് ഒന്നും കൂടി പറയാണ്, നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാണ്. അപ്പൊ ഇത് എങ്ങനെ കഴുകി കളയാന്ന് അറിയില്ല നിങ്ങൾക്ക്, ഇതിൽ എന്തൊക്കെ ചേർത്തേന്ന് മുഴുവൻ അറിയില്ല, പകുതി അറിയുള്ളൂ. എന്നോട് ഇങ്ങനെ വാട്സപ്പിൽ ചോദിക്കല്ലേ മക്കളെ, എനിക്ക് എന്തോ ഒരു തിരക്കാന്നറിയാം, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം, നമ്മുടെ റിക്വസ്റ്റ് ആണ്, ഒന്നും വിചാരിക്കരുത് കേട്ടോ. അപ്പൊ നമ്മളിത് നല്ല തണുത്തിട്ടാണ് ഇത് നമ്മൾ തലയിൽ തേക്കാവുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങളുടെ മുടിയുടെ എല്ലാവിധ പ്രശ്നങ്ങളും മാറാൻ ഈ മഴക്കാലത്ത് നല്ലൊരു റെമഡി ആട്ടെ മക്കളെ. ഇത് നല്ലൊരു ഹെയർ പാക്ക്. ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾ തേക്കുക, ഷാമ്പു തേക്കാതെ കഴുകി കളയുക. ഇത് തേക്കുമ്പോൾ നിങ്ങൾ എന്ത് വേണമെന്നറിയോ, അസലായിട്ട് എണ്ണ തേക്കണം കേട്ടോ. ഒരു പാകതയില് നമ്മളെ കേശസഞ്ജീവനി 2 or 3 തുള്ളി എടുത്ത് നമ്മൾ തലയോട്ടിയിൽ, ഒരുപാട് കുളുക്കനൊന്നും തേക്കരുത് കേട്ടോ. ഇത് തേക്കുന്ന ദിവസം വളരെ കുറച്ച്, നമ്മൾ രക്തോട്ടം കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ലേശം കേട്ടോ. അപ്പൊ നിങ്ങൾ 2 തുള്ളി എണ്ണ കയ്യിലേക്ക് എടുത്ത് തേക്കുക. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത്ര എണ്ണ മതി കേട്ടോ. ഇത് കയ്യിലിട്ട് നന്നായി ചൂടാക്കും നമ്മൾ. കണ്ടല്ലോ, നല്ല കണ്ടോ ഇങ്ങനെ ചൂടാക്കുക. എങ്ങനെ ചൂടാക്കുക എന്ന് പലവർക്കും ഇപ്പോഴും സംശയം. കണ്ടോ, ഇതന്നെ നമ്മളെ എണ്ണ ചൂടാക്കൽ ഇങ്ങനെയാണ്. എങ്കിൽ ഇത് ഏറില്ല ഈ ചൂട്. എന്നിട്ട് നമ്മൾ തലയോട്ടിയിൽ പതുക്കെ പതുക്കെ ഇങ്ങനെ എണ്ണ കൊടുക്കുക. കണ്ടോ, ആദ്യം ഒന്നിങ്ങനെ കൊടുക്കുക. കണ്ടോ, ചൂടാക്കുക, എണ്ണ കൊടുക്കുക, ചൂടാക്കുക, എണ്ണ കൊടുക്കുക. ആദ്യം മുടിയിലത്തെ കൂടൊക്കെ വേടർത്തി നന്നായിട്ട് പല്ലകലുള്ള ചീർപ്പോണ്ട് ചീന്തി വെച്ച മുടിയാവണം കേട്ടോ. അപ്പൊ നമ്മള് കയ്യിലിട്ട് ചൂടാക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കേട്ടോ. അപ്പൊ നമ്മൾ ഇങ്ങനെ ആദ്യം തലയോട്ടിയിൽ പതുക്കെ എണ്ണ ആക്കി വെക്കുക. എന്നിട്ട് നമ്മൾ കണ്ടോ പതുക്കെ ഇങ്ങനെ മസാജ് കൊടുക്കണം. നല്ല മസാജ് കൊടുക്കണം കേട്ടോ നിങ്ങളെ. എങ്കിലാണ് നിങ്ങളെ മുടി പൊട്ടി പോവാതിരിക്കും, കൊഴിഞ്ഞു പോവാതിരിക്കും ഒക്കെ ചെയ്യുള്ളൂ. ഈ എണ്ണ തേക്കിനുണ്ട് വിചാരിച്ച് മുടി കൊഴിച്ചിൽ മാറുകയല്ല മക്കളെ. ഇതിന്റെ ഉപയോഗ രീതി കറക്റ്റ് ആവണം കേട്ടോ. നമ്മളെ കേശസഞ്ജീവനി ആയാലും വേണ്ടില്ല, ഏത് ഹെയർ ഓയിൽ ആണെങ്കിലും തേക്കണതിനനുസരിച്ചിട്ടാട്ടോ നമ്മളെ മുടി. നമുക്ക് നല്ല മസാജ് കൊടുത്താലേ മക്കളെ രക്തയോട്ടം ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളെ മുടി പൊഴിയൂല, ഒന്നുമില്ല. ഞാൻ എങ്ങനെയാണ് മസാജ്, നിങ്ങൾ ഈ തലപ്പോണ്ട് മാത്രം കണ്ടോ, ഈ വിരലിന്റെ തലപ്പോണ്ടാണ് ഈ മസാജ് കേട്ടോ. വിഴകളിൽ പോകുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട. അപ്പൊ നിങ്ങൾ 2-3 മിനിറ്റ് ഇങ്ങനെ മസാജ് ചെയ്യണം. 2-3 മിനിറ്റ് മസാജ് ചെയ്തിട്ട് മുടി നിങ്ങൾ കെട്ടിവെക്കണം. അപ്പൊ നമ്മൾ നന്നായി മസാജ് ചെയ്തിട്ട് കോതി ഒതുക്കി കെട്ടിവെക്കുക. എന്നിട്ട് നിങ്ങൾ 20 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യുക. ഒന്നും ചെയ്യണ്ട. 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ ഇങ്ങനെ വെക്കുക. എന്നിട്ട് വേണം നിങ്ങൾ ഈ ഹെയർ പാക്ക് തേക്കാനായിട്ട്. കണ്ടോ, ഞാനിപ്പോ തേച്ചു. 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വീണ്ടും വീഡിയോയിലേക്ക് വരുന്നത് കേട്ടോ. ഞാൻ അവിടെ കെട്ടിവെച്ചു. ഇനി ഞാനൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടിയിലും തലപ്പത്തും ഒക്കെ നന്നായി തേക്കണം. എന്നിട്ട് നിങ്ങൾ 20 മിനിറ്റ് എങ്കിലും വെച്ചിട്ട് കഴുകി കളയാവുള്ളൂ. അപ്പൊ ആഴ്ചയിൽ 2 പ്രാവശ്യം. നിങ്ങൾ ഒരിക്കലും ഷാമ്പു ഉപയോഗിക്കരുത് കേട്ടോ. ഷാമ്പു ചെയ്താൽ ഒരു കാര്യമില്ല. അതാണ് അങ്ങനെ പറയുന്നത്, ഷാമ്പു ഉപയോഗിക്കരുത് എന്ന്. ഷാമ്പു തേച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഗുണങ്ങൾ മുഴുവൻ പോകും. നമ്മളെ മുടിയുടെ കളറടക്കം മാറിപ്പോണ്ട്. നമ്മൾക്ക് നല്ല കറുത്ത കളറുള്ള മുടി വേണം എന്നുള്ളവര് പലർക്കും കുട്ടിക്കാലത്ത് നര പറഞ്ഞിട്ട് സങ്കടം പറയുന്നു, അകാല നരയാണെന്ന്. അപ്പൊ ഈ എണ്ണ തേച്ചാൽ കുറെയൊക്കെ നമ്മളെ അകാല നര മാറൂട്ടോ. നമ്മളെ ഈ കേശസഞ്ജീവനി തേച്ചാൽ ഒരുവിധം അകാല നരയൊക്കെ മാറുന്നുണ്ട്. നമ്മൾ അതിനുള്ള മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഒരുവിധം അകാല നര, തലപ്പ് പൊട്ടിപ്പൂവല്, സ്പ്ലിറ്റന്റെ എല്ലാം കൊഴിച്ചിലൊക്കെ മാറുന്ന ഒരു ഒന്നര എണ്ണയാണ് കേട്ടോ. ആയുർവേദ കൂട്ടാണ്. എന്റെ മുടി കൊഴിച്ചിൽ മാറ്റി തന്നെ എണ്ണ തന്നെയാണ് അത്. അപ്പൊ ഇതിങ്ങനെ നമ്മള് തേച്ച് കഴിഞ്ഞിട്ട് അരമണിക്കൂർ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തേക്കുക. അപ്പൊ നമുക്കിനി ഇത് തേക്കാം. അപ്പൊ നമ്മൾ കുളിക്കണേന്റെ ഒരു മണിക്കൂർ മുന്നേ, 2 മണിക്കൂർ മുന്നേ, എത്ര മണിക്കൂർ മുന്നേ വേണമെങ്കിലും മുഖം കഴുകി വൃത്തിയാക്കിയിട്ട് നിങ്ങൾക്ക് ഈ നമ്മളുടെ കാന്തി ക്യാരറ്റ് ഓയിൽ തേക്കാട്ടോ. രാത്രി കിടക്കുമ്പോഴും നിങ്ങൾക്ക് മുഖം വൃത്തിയാക്കിയിട്ട് ഇത് തേക്കാം. വൈകുന്നേരത്ത് മേല് കഴുകണേന്റെ മുന്നേ 2 മണിക്കൂർ മുന്നേ തേച്ചിട്ട് നമുക്ക് മേല് കഴുകുമ്പോൾ കഴുകി കളയാം. ഇങ്ങനെ നിങ്ങൾക്ക് ദിവസം 3 പ്രാവശ്യം നമ്മളെ കാന്തി ക്യാരറ്റ് ഓയിൽ ഉപയോഗിക്കാട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മളെ കടുത്ത പിഗ്മെന്റേഷൻ വരെ മാറി കിട്ടും. ഒരു 3 പ്രാവശ്യമെങ്കിലും നമ്മൾ യൂസ് ചെയ്യണം. നമ്മൾ വാങ്ങിക്കൊണ്ട് വെച്ചോണ്ട് കാര്യമില്ലല്ലോ മക്കളെ. നമ്മൾ 2 മണിക്കൂറെങ്കിലും നമ്മളെ മുഖത്ത് ഇങ്ങനെ ഒരു ദിവസം 2 മണിക്കൂറെങ്കിലും ഈ എണ്ണ ഇരിക്കണം. എങ്കിലാണ് നമ്മളെ ഈ ബ്ലാക്ക് കളറൊക്കെ പോവുള്ളൂ. തോലൊന്നും പോവില്ല കേട്ടോ. ഇംഗ്ലീഷ് മരുന്ന് പോലെയല്ല, അത് തോല് പോവൊന്നല്ല ചെയ്യേണ്ട. നമ്മളെ പിഗ്മെന്റേഷൻ പതുക്കെ 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 മങ്ങി അങ്ങനെ ഇല്ലാതെയാവും. അതെന്റെ അനുഭവം കൊണ്ട് പറയണം. അപ്പൊ ഇതും നമ്മളെ കേശസഞ്ജീവനി 2 എണ്ണ വേണ്ടവരും നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ മുകളില്. അപ്പൊ വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഈ ഹെയർ പാക്ക് തേക്കാം. എന്നിട്ട് നിങ്ങൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടോ കഴുകി കളയാവുള്ളൂ. അല്ലെങ്കിൽ 20 മിനിറ്റ് എങ്കിലും കേട്ടോ. അപ്പൊ നമ്മള് ഹെയറിന്റെ സ്കാൽപ്പ് മുതൽ നമ്മളെ തലപ്പ് വരെ തലയോട്ടിയിൽ നല്ല തേച്ചതിന്റെ ശേഷം നമ്മള് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കളയാവുള്ളൂ. കണ്ടോ, ഇത് നമ്മളിങ്ങനെ തേക്കുക മാത്രം പോരാട്ടോ. ഇത് തേച്ച് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് മസാജ് കൊടുക്കണം. അപ്പൊ ഞാൻ കാണിച്ചു തരാട്ടോ. അത് തേച്ചിട്ട് പിന്നെ മസാജ് കൊടുക്കുക എങ്ങനെയെന്ന്.
ഞാനിന്ന് കുമ്പിട്ട് നിന്ന് തേക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ കുമ്പിട്ട് നിന്നിട്ടൊക്കെ വേണം കേട്ടോ തേക്കാന്. നന്നായിട്ട് തേക്കണം കണ്ടോ. അപ്പൊ നിങ്ങൾ ഇത് തേച്ചതിന്റെ ശേഷം നല്ലോണം ഇങ്ങനെ കണ്ടോ കൈകൊണ്ട് പതുക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് അരമണിക്കൂർ നേരം ഇങ്ങനെ കഴിഞ്ഞിട്ട് തേച്ച് പിടിപ്പിക്കൽ അരമണിക്കൂറല്ല കേട്ടോ, വെറും 2-3 മിനിറ്റ് നിങ്ങൾ ഇങ്ങനെ നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുക കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ഇതെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാനിനി അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കഴുകി കളയുള്ളൂ കേട്ടോ. അപ്പൊ ഇനി എന്താ, അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി അനേബിൾ ചെയ്ത് അമ്മടുന്ന വീഡിയോസ് ഇങ്ങനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.